മേലെ പട്ടാമ്പി പാലക്കാട് റോഡിൽ മൈജി ഫ്യൂച്ചറിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു. കൺസെപ്റ്റ് മാർക്കറ്റിങ്ങിന് വലിയ സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ പറഞ്ഞ പോലെ സർവീസ് ആളുകളുടെ അടുത്തേക്ക് എത്തുകയും ആ ആളുകളുടെ അടുത്തേക്ക് എത്തുന്നതിൽ പട്ടാമ്പിയെ സെലക്ട് ചെയ്യുന്നു എന്നതാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പട്ടാമ്പിക്കാർ, അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരികൾ, ഞങ്ങളുടെയൊക്കെ വലിയ സന്തോഷം. കാരണം പട്ടാമ്പിയെ ഇതിന് തെരഞ്ഞെടുക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ഒരു സ്റ്റഡിയുണ്ട്. പ്രത്യേകിച്ച് അവർ തന്നെ പറഞ്ഞു, ഹെൽത്ത്, അതുപോലെ തന്നെ വെഹിക്കിൾ, അതുപോലെ തന്നെ അസറ്റ്, ഇതിലെല്ലാം ഒരു പൊട്ടൻഷ്യലുള്ള ടൗണായി പട്ടാമ്പി മാറുന്നു എന്ന് പറയുന്നത് പട്ടാമ്പിയുടെ ഗ്രോത്തിനെയാണ് കാണിക്കും. മോട്ടോർ വെഹിക്കിൾ RTO ഏജന്റ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഡീറ്റെയിൽസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ വെഹിക്കിൾസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു RTO ഓഫീസായി പട്ടാമ്പി മാറിയിട്ടുണ്ട് എന്നാണ് ഇവരെന്റെ അടുത്ത് പറഞ്ഞത്. അതിനർത്ഥം ഈ നാടിന്റെ ഇക്കണോമിക്കൽ ഡെവലപ്മെന്റ്. അപ്പോൾ അത്തരം സാധ്യതകളെ പട്ടാമ്പിയുടെ സേവന മേഖലയിൽ, പട്ടാമ്പിയുടെ വളർച്ചയുടെ ആ പടവുകളിൽ വലിയ അടയാളപ്പെടുത്തലാണ് ഈ എവർഗാർഡ് എന്ന സ്ഥാപനം. അതിന്റെ പുതിയ ഒരു ബ്രോക്കിംഗ് ഓഫീസ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടെ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം വളരുന്നത് പട്ടാമ്പിക്കാരുടെ ആവശ്യം കൂടിയാണ്. ഇത്തരത്തിലുള്ള സേവനങ്ങൾ പട്ടാമ്പിക്കാർക്ക് ലഭ്യമാകുന്നത് പട്ടാമ്പിയിലെ ജനങ്ങളുടെ അവരുടെ ബ്രോക്കിംഗ് ഇൻഷുറൻസ് മേഖലയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊരു പരിരക്ഷ ഉറപ്പുവരുത്തുക, ആ സർവീസ് നമ്മുടെ ആളുകളുടെ വീട്ടുപടിക്കലേക്ക് എത്തിക്കുക എന്നത് ഈ നാട്ടുകാർക്കും അതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. എല്ലാ നന്മകളും നേരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശിരീഷ് മാധവൻ, SBI ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റേറ്റ് ഹെഡ് ശിവപ്രസാദ്, ബിൽഡിംഗ് അസോസിയേഷൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അലി കുഞ്ഞുകൊപ്പൻസ്, പട്ടാമ്പി ക്ലസ്റ്റർ ഹെഡ് ഷാജി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിലെയും സമീപ പട്ടണങ്ങളിലെയും കുടുംബങ്ങളിലേക്ക് ഇൻഷുറൻസ് അവബോധം, സാമ്പത്തിക പരിരക്ഷയും ഉറപ്പാക്കുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു ഏകജാലക പരിഹാരമാകുക എന്നതാണ് കാപ്പി വിഷന്റെ ലക്ഷ്യം. മോട്ടോർ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, വ്യക്തിഗത അപകട പരിരക്ഷ, യാത്രാ ഇൻഷുറൻസ്, വായ്പകൾ, മറ്റ് സാമ്പത്തിക പരിഹാരങ്ങൾ എന്നിവ ഉപഭോക്താക്കൾക്ക് ഒരു കുടക്കീഴിൽ നൽകുകയാണ് കാപ്പി വിഷൻ ഉദ്ദേശിക്കുന്നത്. ക്ലെയിം സപ്പോർട്ട് സേവനമാണ് സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഒരു ഇൻഷുറൻസ് ബ്രോക്കർ എന്ന നിലയിൽ ഒന്നിലധികം പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ താരതമ്യം ചെയ്യാനും ഉപഭോക്താക്കൾക്ക് മികച്ച കവറേജ് വാഗ്ദാനം ചെയ്യാനും കാപ്പി വിഷന് സാധിക്കുമെന്ന് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശിരീഷ് മാധവൻ പറഞ്ഞു. ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചത് എവർഗാർഡ് ഇൻഷുറൻസ് ബ്രോക്കിംഗിന്റെ സബ്സിഡിയറി കമ്പനിയായ കാപ്പി വിഷൻ പറഞ്ഞൊരു കമ്പനിയുടെ ഓപ്പണിംഗ് ആണ്. ഇന്ന് നമ്മൾ പട്ടാമ്പിയിൽ അതേപോലെ തന്നെ 3 ഡിഫറെന്റ് ലൊക്കേഷനിൽ നമ്മൾ ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലും കുറച്ച് ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആശയം എന്താ വെച്ചാൽ കസ്റ്റമറുടെ അടുത്തേക്ക് നമ്മൾ ക്ലെയിംസും കാര്യങ്ങളും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. മോട്ടോർ, ഹെൽത്ത്, ലൈഫ് ഇൻഷുറൻസ്, എല്ലാ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും മ്യൂച്വൽ ഫണ്ടും ഇതെല്ലാം നമ്മൾ ഈ ഒരു കൊടക്കീഴിൽ നമ്മൾ ചെയ്യും. അതാണ് ഇതിന്റെ ആശയം. ഓക്കെ, നമ്മൾ 25 വർഷമായി ഈ ഇൻഷുറൻസ് ഫീൽഡിൽ ഞാൻ ഉണ്ട്. ഇതെല്ലാം കസ്റ്റമർക്ക് നമ്മൾ സർവീസ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പട്ടാമ്പി നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ പട്ടാമ്പിയിൽ കുറേ പൊട്ടൻഷ്യൽ, അതായത് ഒരു കൊച്ചിയോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോലെ ഉള്ള സിറ്റി അല്ലാണ്ട് പട്ടാമ്പിയിൽ ഒരുപാട് അവയർനെസ്സും ഇൻഷുറൻസ് കുറേ പേര് എടുത്തിട്ടില്ല. അവർക്ക് അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള സർവീസ് ചെയ്യാൻ ആൾക്കാരില്ല. അത് നമ്മൾ ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ ആ സർവീസിന് ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ കമ്പനിയുടെ ഒരു ആശയം എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് ഒരു മെഡിക്ലെയിം പോളിസി, നമ്മുടെ പോളിസി അല്ലെങ്കിലും നമ്മൾ അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ റെഡിയാണ്.
അത് അവർക്ക് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ക്യാഷ്ലെസ് ക്ലെയിംസ്, എങ്ങനെയാണ് റീഇംബേഴ്സ്മെന്റ് ക്ലെയിംസ് വരുന്നത്, എത്രയാണ് ക്ലെയിംസിൽ എന്തുകൊണ്ടാണ് കിട്ടാണ്ടിരിക്കുന്നത്. കുറേ പേര് ക്ലെയിംസ് കിട്ടാറില്ല. നമുക്ക് വേണമെച്ചാൽ ഒരു 5 ലക്ഷത്തിന് അവരൊരു പ്രീമിയം അടയ്ക്കുമ്പോൾ 1 കോടിക്കോ 2 കോടിക്കോ വേണമെച്ചാലും ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കാൻ പറ്റിയ ഇൻഷുറൻസ് പോളിസീസ് അവൈലബിൾ ആണ്. അത് കുറേ പേർക്ക് അറിയില്ല. അതേപോലെ ക്യാൻസർ വന്ന് മാറിയ വ്യക്തികൾക്കും ഹാർട്ട് അറ്റാക്ക് വന്ന് മാറിയ വ്യക്തികൾക്ക് വരെ ഇൻഷുറൻസ് പോളിസി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറേ പോളിസിയിൽ ആരും വായിച്ചു നോക്കാണ്ട് തന്നെ അല്ലെങ്കിൽ ഓൺലൈനിൽ പോയി പോളിസി എടുക്കുന്നുണ്ട്, പക്ഷേ ക്ലെയിംസ് വരുന്ന സമയത്ത് അവർക്ക് കിട്ടാറില്ല, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് മാത്രമേ അവർക്ക് കിട്ടാറുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി അവർ എടുക്കാറില്ല. അതുകൊണ്ടാണ് എന്താ ഈ പോളിസി എടുക്കുന്നത് തന്നെ നാളെ ഒരു എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി എടുക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കും, എന്തൊക്കെ അവർക്ക് കിട്ടും, എന്തൊക്കെ കിട്ടില്ല ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പറ്റിയ ആ പർട്ടിക്കുലർ വ്യക്തിക്ക് എല്ലാവർക്കും എല്ലാ പോളിസിയും ശരിയാവാറില്ല. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു പോളിസീസും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മൾ കസ്റ്റമറുടെ അടുത്തേക്ക് നമ്മുടെ ഓർഗനൈസേഷൻ വരികയാണ്. നാളെ എന്തെങ്കിലും ഒരു ക്ലെയിംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഓഫീസിനെ കൂടെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓഫീസിന്റെ വാക്ക് ഇൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലെയിം സർവീസ് നേടി എടുക്കാൻ പറ്റും. ഓൾ ദ വെരി ബെസ്റ്റ്.